നമസ്കാരം. ഒരുമിച്ച് നേരിടാം ഈ ദുരന്തത്തെ. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ആഘാതം കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഒരു ഭൂപ്രദേശവും അവിടെ താമസിച്ചിരുന്നവരും അപ്പാടെ ഒലിച്ചുപോയി. വീടുകൾ നിന്നിരുന്നിടത്ത് അതിന്റെ ലക്ഷണം പോലും കാണാനില്ല. ഔദ്യോഗിക മരണസംഖ്യ ഇന്ന് രാവിലെ വരെ 159 ആണെങ്കിലും അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ചില മനുഷ്യ ശരീരഭാഗങ്ങൾ 40 കിലോമീറ്ററോളം അകലെ വരെ ഒഴുകിയെത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ ഏതാനും വിദേശികളും ഉൾപ്പെട്ടതായി സംശയിക്കുന്നു. കണ്ടെടുത്ത മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടില്ല. മഴ മാറാത്തതും വഴിയില്ലാതായതും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് രക്ഷാപ്രവർത്തകർ ഇവിടെ സജീവമാണ്. സൈന്യത്തിന്റെ സേവനം എടുത്തു പറയേണ്ടതുണ്ട്. അതീവ ക്ലേശകരമായ ചില രക്ഷാദൗത്യങ്ങളിൽ അവർക്ക് മാത്രമേ എന്തെങ്കിലും കാര്യമായി ചെയ്യാനാവൂ. ഇവരോടൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളും അഗ്നിശമന സേനയും പോലീസും വനം വകുപ്പും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം യോജിച്ച് പ്രവർത്തിക്കുന്നു. വിവിധ ഏജൻസികൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഫലപ്രദമായ ഏകോപനം അനിവാര്യമാണ്. ഇതുവരെ അതൊക്കെ വളരെ നന്നായി കൊണ്ടുപോകാനായി. എല്ലാം നഷ്ടപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. അവരെ പുനരധിവസിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം അവശേഷിക്കുന്നു. സർക്കാർ തലത്തിലും സന്നദ്ധ സംഘടനകളുടെ സഹായത്തിലുമൊക്കെ ഇതിനുള്ള സജീവ പ്രവർത്തനമുണ്ടാകണം. നിസ്സാരമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ നഷ്ടം. ഉറ്റവരെയും ഉടയവരെയും കൂട്ടത്തോടെ നഷ്ടമായവർക്ക് എന്ത് നഷ്ടപരിഹാരം നൽകിയാണ് ആശ്വസിപ്പിക്കാനാവുക? വിവിധ സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം സഹായ വാഗ്ദാനവുമായി രംഗത്തുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കണം. സഹായം പാഴാകരുത്. ഇതിനിടെ അനാവശ്യ മുതലെടുപ്പുകളും ഒഴിവാക്കണം. ദുരന്തങ്ങളിൽ സഹായവുമായി എത്തുന്നവരിൽ ചിലരെങ്കിലും അതിന്റെ പേരിൽ കേമത്തം നടിക്കാൻ ശ്രമിക്കാറുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഏറെ ആവശ്യമുള്ള സമയമാണിത്. വയനാട്ടിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിമിതി അതിജീവിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ തേടണം. ആളും അർത്ഥവും മാത്രമല്ല, ആധുനിക സൗകര്യങ്ങളും ഒരുക്കണം. വയനാട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഒരുക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സേവനം ആദ്യഘട്ടത്തിൽ തന്നെ ലഭ്യമാക്കിയിരുന്നു. സംസ്ഥാനമൊട്ടാകെ മഴക്കെടുതികളും പകർച്ചവ്യാധികളും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ അടിയന്തരമായി വയനാട്ടിലേക്ക് നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് പ്രാദേശിക ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതെ നോക്കുകയും വേണം. സ്വകാര്യ മേഖലയും ഇതിനോട് സഹകരിക്കണം. വയനാട് ദുരന്തത്തിന്റെ കാഠിന്യം നാം തിരിച്ചറിയുന്നുവെങ്കിലും നമുക്ക് മുന്നിലുള്ള ദുരന്ത സാഹചര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. 33 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇടുക്കി അടിമാലി ഉരുൾപൊട്ടലിന്റെ 50-ാം വർഷം കൂടിയാണിത്. 1974 ജൂലൈ 26-നായിരുന്നു ഹൈറേഞ്ചിലെ ഈ ഉരുൾപൊട്ടൽ. 70 പേരുടെ ജീവൻ നഷ്ടമായ പെട്ടിമുടി ഉരുൾപൊട്ടൽ നടന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. ലയങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന തൊഴിലാളികളായിരുന്നു മരിച്ചവരിൽ ഏറെയും. മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലിനും സംസ്ഥാനമൊട്ടാകെ ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ അങ്കമാലിയിൽ റെയിൽവേ ട്രാക്കിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് അങ്കമാലിയിലേക്ക് വരുമ്പോഴായിരുന്നു വെള്ളപ്പാച്ചിൽ. അകലെ നിന്ന് ഇത് കണ്ട ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തിയിടുകയായിരുന്നു. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു. കേരളത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് എന്നും വിവാദങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാകും. 5 വർഷം മുമ്പ് പുത്തുമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ വയനാട്ടിലെത്തിയ പരിസ്ഥിതി വിദഗ്ധൻ മാധവ് ഗാഡ്ഗിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. മുണ്ടക്കൈയിലെ ദുരന്തത്തിന്റെ ആഴം ഇനിയും വ്യക്തമായിട്ടില്ല. മഴ കനത്തപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുണ്ടാകുമ്പോൾ മാറാൻ ബുദ്ധിമുട്ടുണ്ടെന്ന ചിന്ത മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങി നിരവധി പ്രമുഖർ ഫോണിൽ വിളിച്ച് ദുരന്തമുഖത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതെ, നിലച്ചിരിക്കാതെ എത്തിയ ദുരന്തത്തെ നമുക്ക് ഒരുമിച്ച് നേരിടാം. നമസ്കാരം.